ഹല്ലേലൂയ. നാലാമതൊരു വ്യക്തിയെ കാണിക്കുക. ലാസറസും ധനവാനും നമുക്കെല്ലാം അറിയാവുന്നതല്ലേ. ലൂക്ക 16 19 അവിടെ മുതൽ വായിച്ചു. ഒരു ധനവാൻ ഉണ്ടായിരുന്നു. അവൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തു. അവന്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നത് കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അവിടെ നിൽക്കട്ടെ, നമുക്ക് അത്ര അത് കേട്ടിട്ടാണ്. ഹല്ലേലൂയ. നമ്മൾ ആദ്യം കണ്ട സീൻ നമ്പർ 1 ഭൂമിയിലായിരുന്നു. ഭൂമിയിൽ ധനവാൻ സുഭിക്ഷമായിട്ട് കഴിച്ചു, ചുവന്ന പട്ടു വസ്ത്രമൊക്കെ കൊടുത്തു, ഒരു പാപം ചെയ്തിട്ടില്ല. മറ്റവൻ നന്മ ചെയ്തായിട്ട് പറഞ്ഞിട്ടില്ല, അവൻ അവിടെ വൃണ്ണമായിരുന്നു, പട്ടി വന്ന് നക്കി. ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളൂ. രണ്ടുപേരും മരിച്ചു. വൃണ്ണമുള്ളവൻ സ്വർഗത്തിലും പോയി, പട്ടു വസ്ത്രം ധരിച്ചവൻ നരകത്തിലും പോയി. ഹല്ലേലൂയ. ഈ ധനവാൻ എന്ത് ചെയ്തിട്ടാണ് നരകത്തിൽ പോയത്? നിങ്ങളൊന്ന് ചിന്തിക്കുക. ഈ ധനവാൻ എന്ത് ചെയ്തിട്ടാണ് നരകത്തിൽ പോയത്? പൗലോസിനെ പോലെ ആരെയും പീഡിപ്പിക്കാൻ പോയില്ല. സാവൂളിനെ പോലെ ആരെയും പീഡിപ്പിക്കാൻ പോയില്ല. നിക്കദേമോസിനെ പോലെ വലിയ പരിസരമൊന്നും അല്ലായിരുന്നു. ഇയാൾ ചുമ്മാ ഉള്ള കാശൊക്കെ അധ്വാനിച്ചുണ്ടാക്കി സൂചിച്ച് ജീവിച്ചതേ ഉള്ളൂ. അതാർക്കും നിങ്ങളിപ്പോഴും ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അതല്ല പാവം. ഇയാൾ എന്തിനാ നരകത്തിൽ പോകാൻ കാര്യം? അതൊന്ന് ചിന്തിക്കണം. അവിടെ നിന്ന് ഇയാൾ കരയുവാണ്, എൻ്റെ പിതാവായ എബ്രാഹാമേ, ആ ലാസറിനെ ഇങ്ങോട്ടൊന്ന് വിട്ട് എൻ്റെ നാക്കേൽ കുറച്ച് വെള്ളം വെച്ച് തരണേ, ഇവിടെ ഇരിക്കപ്പെടുകയില്ല. അയ്യോ, നമ്മളൊന്ന് ഓർത്തോണം കേട്ടോ. നമുക്ക് ഈ അവസ്ഥ വന്നാലേ അതാ കിട്ടുന്ന. അവിടെ ചെന്നാൽ പിന്നെ ഇരിക്കപ്പെടുകയില്ല. അപ്പോൾ അബ്രാഹാം പറഞ്ഞു, എൻ്റെ പൊന്നിലാ ധനവാനെ, ഇവിടുന്ന് അങ്ങോട്ട് ആർക്കും ബന്ധവുമില്ല, അവിടുന്ന് ഇങ്ങോട്ടാർക്കും നമ്മൾ തമ്മിൽ വലിയൊരു ഗർഭമുണ്ട്. അത്രയും കേട്ടല്ലോ. ഇനി അടുത്തത് ശ്രദ്ധിച്ച് കേട്ടോണം. അപ്പോൾ നമ്മുടെ ധനവാന് അടുത്ത ഒരു വിദ്യ കണ്ടുപിടിക്കുക കേട്ടോ. നരകത്തിൽ നിന്ന് ധനവാൻ. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ. ഓക്കെ, ലാസറിനെ ഇങ്ങോട്ട് അയക്കത്തില്ല, എൻ്റെ നാവ് ഒന്ന് തണുപ്പിക്കാൻ നീ അയക്കത്തില്ല. എന്നാൽ എൻ്റെ പിതാവേ, നരകത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാ, ലാസറിനെ എൻ്റെ വീട്ടിലേക്കൊന്ന് അയക്കാവോ, ഭൂമിയിലേക്ക്. കേട്ടോ. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. ഇവൻ പോയി അവന് സാക്ഷ്യം നൽകട്ടെ. ഒന്ന് ഓർത്ത് നോക്കി. നമ്മൾ ഈ ധനവാനെ കണ്ടാൽ എന്ത് നല്ല മനുഷ്യൻ. അത്രയും നല്ല മനുഷ്യരാരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഞാൻ ഉൾപ്പെടെ എനിക്ക് വിശ്വാസമില്ല. നരകത്തിൽ പോയി കഴിഞ്ഞിട്ടും അവൻ അവിടെ പോയിരുന്നു പ്രാർത്ഥന. ആർക്ക് വേണ്ടിയാ? എനിക്ക് വീട്ടിൽ 5 സഹോദരന്മാരുണ്ട്, അവന്മാരെങ്കിലും ഈ സത്യം ഒന്ന് അറിയട്ടെ. നീ ലാസറിനെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ ചേട്ടൻ അവിടെ പോയി പല്ല് കടിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾക്കിത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് പോയി വചനം പ്രസംഗിക്കാനായിട്ട് സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു വിടാവോ എന്നായി ചോദിച്ചത്. നമ്മുടെയൊക്കെ സഹോദരന്മാർ വീട്ടിൽ സുഖമായിട്ടിരിക്കുകയും നമ്മൾ നരകത്തിൽ കിടന്ന നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കും? അവന്മാരെല്ലാം ഇങ്ങോട്ട് വരണേ, എനിക്ക് വന്ന ഗതികേട് ഇവനും, അല്ലാതെ ഞാൻ ഇവിടെ കിടക്കുമ്പോൾ അവൻ പോയി മുകളിലിരിക്കാനോ? ഇത്രയും നല്ല മനുഷ്യൻ ഞാൻ നോക്കിയിട്ട് ഇത്ര നല്ല മനുഷ്യനെ കണ്ടിട്ടില്ല. നരകത്തിൽ കിടന്നിട്ട് എന്തൊരു നിസ്വാർത്ഥത. എനിക്കോ പറ്റിപ്പോയി, അവന്മാർക്കെങ്കിലും പറ്റാതിരിക്കട്ടെ. ഭൂമിയിലായിരുന്നപ്പോൾ ഈ സഹോദരന്മാരൊക്കെ എന്നെ കളിപ്പിച്ചതാ. എൻ്റെ അപ്പൻ്റെ കിട്ടേണ്ട സ്വത്തെല്ലാം തട്ടിയെടുത്തുകൊണ്ട് പോയതാ.
ഇതാ എന്നെ മാക്സിമം ദ്രോഹിച്ച സഹോദരന്മാരാ, എന്നാലും ഞാൻ പ്രാർത്ഥിക്കുക അവനെങ്കിലും സ്വർഗത്തിൽ പോട്ടെ എന്ന്. അയ്യോ, എന്തൊരു നല്ല മനുഷ്യൻ! ഇയാൾ നരകത്തിൽ പോയത്. ഇയാൾ നരകത്തിൽ പോയാൽ നമ്മുടെ കാര്യം പറയണോ? ഇത്ര നല്ല മനുഷ്യൻ നരകത്തിൽ പോയപ്പോൾ നമ്മുടെ കാര്യം എങ്ങനെയാണ്? ഹല്ലേലൂയ. ഇനി ഞാൻ കാണിക്കാൻ പോവാം എന്താ നരകത്തിൽ പോകാൻ കാര്യം കേട്ടോണം. ഇവൻ ആദ്യം പറഞ്ഞ് ലാസറിനെ ഭൂമിയിലേക്ക് അയക്കാവുന്ന, ലാസറിനെ ഒന്ന് ഭൂമിയിലേക്ക് അയക്കാവുന്ന ചോദിച്ചത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താ പറഞ്ഞത്? സ്വർഗത്തിൽ നിന്ന് ഒരാളെ ഭൂമിയിലേക്ക് അയക്കാവോ എന്നാ ചോദിച്ചത്. ശ്രദ്ധിച്ചില്ല, കേട്ടില്ല, ഒന്നോടെ. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരാളെ അയക്കാവോ എന്നാ ചോദിച്ചത്. അതിന് ഉത്തരം കേട്ടു. അബ്രഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. അവർ അവരുടെ വാക്ക് കേൾക്കട്ടെ. അവിടെ നിൽക്കട്ടെ, അവരവരുടെ വാക്ക് കേൾക്കട്ടെ. ചോദിച്ചത് എന്നാ? സ്വർഗത്തിൽ നിന്ന് ഒരാളെ, അതായത് മടിയിലിരിക്കുന്ന ആ ലാസറിനെ ഒന്ന് സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് വിടാവോ എന്നാണ് ചോദിച്ചത്. ഒന്ന് ഭൂമിയിലേക്ക് ഒന്ന് അയക്കാവോ എന്നാണ് ചോദിച്ചത്. അപ്പം പറഞ്ഞത്, നിന്റെ ഭൂമിയിലുള്ളവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ട്, അവരെ കേൾക്കട്ടെന്നാണ് പറഞ്ഞത്. അയ്യോ, കർത്താവ് ഇത് പറയുമ്പോൾ കർത്താവിനേക്കാൾ മുമ്പേ ജീവിച്ചും മരിച്ചു പോയതാണ് മോശയും പ്രവാചകന്മാരും. ഈ മരിച്ചു പോയവൻ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്? ഹലോ, ഒന്ന് ക്രിസ്തു മതത്തിലുള്ളവരൊന്നും ഉണ്ടെങ്കിൽ ഒന്നോട് പറയാവോ? അല്ലാത്തവർക്കറിയാം. ക്രിസ്തു മതത്തിലുള്ളവർ അറിയാൻ പറ്റത്തില്ല എന്താ കാര്യമൊന്നും. ഇതാണ് മോശയും പ്രവാചകന്മാരും ദൈവവചനത്തിൽ. മോശയും പ്രവാചകന്മാരും ഇവിടെ ഉണ്ട്. അത് അനാദി മുതലേ എന്നേക്കും സർവ്വ മനുഷ്യർക്കും വേണ്ടി ദൈവം വെച്ചിട്ടുണ്ട്. നീ എപ്പോൾ ഇത് തുറന്ന് വായിക്കുന്നോ നിനക്ക് രക്ഷപ്പെടാനുള്ള ഇവിടെ ഇരിപ്പുണ്ട്. അത് നീ വായിക്കാതെ സ്വർഗത്തിൽ നിന്ന് ഒരു സൈന്യനെ ഇങ്ങോട്ട് അയച്ച് രക്ഷപ്പെടാൻ പറഞ്ഞാൽ കർത്താവ് അയക്കത്തില്ല. അതായത് സ്വർഗത്തിൽ മരിച്ചു അങ്ങോട്ട് പോയവനെ ഒന്നും ഇങ്ങോട്ട് അയക്കത്തില്ലെന്നാണ് ഈ പറഞ്ഞത്. ഹലോ, കർത്താവ് പറയുന്നു അങ്ങോട്ട് ഞാൻ എടുത്തവനെ ഒന്നും ഇങ്ങോട്ട് അയക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം എന്നാ അയക്കാത്ത? അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇതവിടെ വെച്ചിട്ടുണ്ട്. മോശയും പ്രവാചകന്മാരൊക്കെ നിന്റെ കയ്യിലുണ്ടെന്നേ. അപ്പോൾ 31-ാമത്തെ വചനം പറയുന്നു, അവർ മോശയുടെയും പ്രവാചകരുടെയും വാക്കുകൾ കേൾക്കുന്നില്ലെങ്കിൽ, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. നീ ഇത് കേട്ടിട്ട് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇനി ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരാളെ ഇങ്ങോട്ട് വിട്ടാലും നീ വിശ്വസിക്കാൻ പോകുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടുന്ന് ആരെയും പ്രതീക്ഷിക്കണ്ട. അവിടെ വന്നാൽ പോലും നീ കേൾക്കുകയില്ല. കാരണം ഇത് നീ കേൾക്കുന്നില്ലല്ലോ. നീ 30-ാമത്തെ വചനം, അതാ മലയാളത്തിൽ വരുമ്പോൾ അതിൻ്റെ ശക്തി അങ്ങോട്ട് പോയി. ഇംഗ്ലീഷ് ബൈബിളാണെങ്കിൽ നോക്കിയോ, 30-ാമത്തെ വചനത്തിൽ അതായത് ദൈവം പറഞ്ഞു, യേശു പറഞ്ഞു, അവർക്ക് പ്രവാചകന്മാരും മോശയും ഉണ്ട്, അവരെ കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, നോ 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 ഫാദർ എബ്രഹാം, നോ. എന്നാ പറഞ്ഞേ? നോ. അതായത് ഞങ്ങൾക്ക് ഈ പുസ്തകം വായിക്കേണ്ടെന്ന്. അതിന് പകരം സ്വർഗത്തിൽ നിന്ന് അത്ഭുതം കാണിക്കാനായി പറഞ്ഞത്. ദൈവവചനം കേൾക്കാൻ കഴിയത്തില്ല. ഈ ധനവാൻ നരകത്തിൽ പോകാൻ നമ്മൾ ഒരു പാപവും കണ്ടിട്ടില്ല, ഒരു പാപവും ഇല്ല. ഒറ്റ കാര്യം ഞാൻ കാണിച്ചു തന്നു, ദൈവവചനത്തിനോട് നോ. ഞങ്ങൾക്ക് കേൾക്കണ്ട. ഞാനും കേട്ടിട്ടില്ല, എൻ്റെ 5 സഹോദരന്മാരും ഇത് കേൾക്കുന്ന പരിപാടിയില്ല.